ഇസ്രായേലുമായുള്ള സംഘർഷത്തെ തുടർന്ന് ഇറാൻ പിടിച്ചെടുത്ത ചരക്ക് കപ്പലിൽ അകപ്പെട്ട കോട്ടയം കൊടുങ്ങർ സ്വദേശിയായ ആൻഡസ ജോസഫിൻ്റെ കുടുംബത്തെ നടനും മുൻ രാജ്യസഭാ എംപിയുമായി സുരേഷ് ഗോപി ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഇന്ന് രാവിലെ ആൻഡസ ജോസഫിൻ്റെ പിതാവ് ബിജു എബ്രഹാം, മാതാവ് ബീന ബിജു എന്നിവരെ BJP വാഴൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KS ഹരികുമാറിൻ്റെ ഫോണിൽ വിളിച്ചാണ് സംസാരിച്ചത്. എല്ലാ പ്രാർത്ഥനകളും കൂടെയുണ്ടാകുമെന്നും എത്രയും പെട്ടെന്ന് തന്നെ മകൾ സുരക്ഷിതയായി വീട്ടിലെത്തും എന്നും അദ്ദേഹം കുടുംബാംഗങ്ങളെ അറിയിച്ചു. ഇത് തീർച്ചയായിട്ടും ഡോക്ടർ S. ജയശങ്കർ ഇതിനകത്ത് വളരെ സീരിയസ് ആയിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇലക്ഷൻ കാലമായിട്ട് പോലും എനിക്ക് തോന്നുന്നു ഒന്നും സംഭവിക്കില്ല. ഇത് എനിക്ക് തോന്നുന്നില്ല ഈ പിടിച്ചുകൊണ്ടുപോയ ആൾക്കാർ അങ്ങനെ ഒരു ബുദ്ധിമോശം ഒരു കാണിക്കുമെന്നൊന്നും തോന്നുന്നില്ല. എപ്പോഴും ഇങ്ങനെയുള്ള ഉദ്യമങ്ങളിൽ അവരുടെ ഒരു രീതിയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ അവള് ഇന്നലെ വൈകിട്ടും എന്തോ ഉണ്ട് മോളെ അമ്മ വിളിച്ചു. ഇന്നലെ വൈകിട്ടും മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കൊരു ദോഷവും ഇല്ല. കാര്യം ഈ മിലിറ്ററി ഫോഴ്സ് അവൾക്ക് ഭയങ്കര റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. അവളോട് ജോലിയൊന്നും ചെയ്യണ്ട, ഭക്ഷണം നന്നായിട്ട് കഴിക്കണം, നിങ്ങൾക്കൊരു ദോഷവും വരില്ല എന്ന് അവളോട് പറഞ്ഞു. അപ്പോൾ അവൾ ഭയങ്കര ലാഘവത്തോടെ, അവൾ വളരെ സന്തോഷത്തോടെ. ഇല്ലില്ല, രാജ്യത്തിന്റെ അപകടപരമായ നീക്കമല്ലേ അവര് ഹോൾഡ് ചെയ്യും, മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ പ്രഷറിൽ നിർത്തും. അത് അവരുടെ തന്ത്രമാണ്, ദ്രോഹിക്കില്ല അവര്. അത് തന്നെയാണ് എന്റെ വിശ്വാസം. നല്ല പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നാൽ അത് എത്രയും പെട്ടെന്ന് അവർക്ക് തിരിച്ചെത്താൻ സാധിക്കട്ടെ. അപ്പൊ അവള് പറയുന്ന അവക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയി ഇവര് കൊടുക്കുന്നാ പറഞ്ഞു. വെരി വെരി. അപ്പൊ അവക്കൊരു ഭയമോ ഒന്നുമില്ല. അവള് പറയുന്നത് ആരും വിഷമിക്കണ്ട, ഇവിടെ ഒരു കുഴപ്പമില്ല, ഭക്ഷണത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഒരു തരത്തിലൊരു നമുക്കൊരു ഹറാസ്മെന്റോ അങ്ങനെ ഒന്നും ഇല്ല. അതുകൊണ്ട് ഒന്നും ആദ്യം പ്രതികരിച്ചത് മലയാളി യുവാവ് പറഞ്ഞത് തന്നെയാണ്. ഒന്നും എന്നാണ് പറഞ്ഞത്. എല്ലാവരും സേഫ് ആയി തിരിച്ചെത്താം. എൻ്റെ വൈഫ് വന്നിട്ടുണ്ട്, ഞാൻ കൊടുക്കാം കേട്ടോ. ഹലോ. സാർ, അറിയാം സാർ. ശരി സാർ. അതെ, അതറിയാം സാർ. അതെ. അല്ല, അങ്ങനെ പേടിയൊന്നുമില്ല സാർ. കാര്യം ശരി, താങ്ക് യു സാർ. സാറിന് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ സാർ. അപ്പം ഞങ്ങള് സത്യം പറഞ്ഞു അപ്പൊ ഇന്നലെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വല്ലതും കഴിക്കുന്നത്. അവൾക്ക് 21 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ അവക്ക് കുഴപ്പമില്ല, ഇവിടെ കിടന്ന് ഞങ്ങളുടെ നീറിപ്പൊക്കെയാണ്. പക്ഷെ അവളെ വിളിച്ചപ്പോ ഒരുപാട് ആശ്വാസമുണ്ട്. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് നമ്മൾ ശാന്തമായിട്ടിരിക്കുക. നമ്മളിനി അസുഖങ്ങളൊന്നും. അപ്പൊ സാറ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്ത് എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ എത്തിക്കാം. ഞാൻ വലിയ മനമറിക്കുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യേണ്ടതല്ല. അത് കഴിവുള്ള ആൾക്കാരവിടെ ഉണ്ട്. അതിനകത്ത് ധാരാളമായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും പ്രാർത്ഥിക്കാം. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമസ്കാരം.
ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ലെന്നും വിദേശകാര്യമന്ത്രി ശ്രീ എസ് ജയശങ്കറിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും കപ്പലിൽ അകപ്പെട്ട മുഴുവൻ ഇന്ത്യക്കാരുടെയും മോചനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി കുടുംബാംഗങ്ങളെ അറിയിച്ചു. BJP മധ്യമേഖലാ പ്രസിഡന്റ് ശ്രീ N. ഹരിയാണ് സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം എത്തിച്ചത്.